സത്യത്തിൻ്റെ തൂണും അടിസ്ഥാനവുമായി ജീവനുള്ള ദൈവത്തിൻ്റെ സഭയാകുന്ന ദൈവാലയത്തിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇത് എഴുതുന്നു. അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. ദൈവഭക്തിയുടെ വലിയ ഈ മർമ്മം നാം ഓരോരുത്തരും ശ്രദ്ധിച്ചാലും ഇവിടെ തൻ്റെ ഇടയലേഖനത്തിൽ പൗലോസ് നിജപുത്രനായ തിമോത്തിയോസിനോട് പറയുന്ന ഭാഗം നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കുമ്പോൾ സഭയെപ്പറ്റി പറയുന്നത് ജീവനുള്ള ദൈവത്തിൻ്റെ സഭയെന്നാണ്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ പരിഭാഷയെ കുറച്ചുകൂടി മനസ്സിലാക്കത്തക്ക വിധം ലളിതമാക്കിയാൽ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സഭയും സത്യത്തിൻ്റെ തൂണും കോട്ടയുമായ ദൈവഭവനത്തിൽ ഒരുവൻ പെരുമാറേണ്ടത് എങ്ങനെയാണ് അഥവാ നടക്കേണ്ടത്. ദൈവം ജീവനുള്ളവനാണ്. പത്രോസ് പറയുന്നത് 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ, ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗൃഹമായി പണിയപ്പെടുന്നു എന്നാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ നാം ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമല്ലോ. 2 കൊരിന്ത്യ ലേഖനം 6-ാം അധ്യായം 16-ാം വാക്യം. ദൈവത്തിൻ്റെ ആലയം ദൈവം വസിക്കുന്ന ഇടമാണല്ലോ. അത് വ്യക്തിപരമായ ഒരു വിശ്വാസിയോടുള്ള ബന്ധത്തിലും അതല്ല ദൈവമക്കളായ അനേക വിശ്വാസികൾ ഒരുമിച്ച് കൂടി വരുന്ന ഇടത്തോടുള്ള ബന്ധത്തിലും തർക്കമില്ലാത്തതാണ്. ക്രിസ്തു തലയും സഭ ക്രിസ്തുവിൻ്റെ ശരീരവും എന്ന നിലയ്ക്ക് ജീവൻ തലയ്ക്ക് മാത്രം പോരല്ലോ, അത് ശരീരത്തിലും വ്യാപരിക്കണം. തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഈ നദി ഒഴുകുന്നിടത്തൊക്കെയും ചലിക്കുന്ന പ്രാണികൾ ഉണ്ടാകും. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുമ്പോൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നത്, ജീവനുള്ളവൻ എന്ന് നിനക്ക് പേർ ഉണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്നാണ്. ശരീരത്തിന് ചെറിയൊരു ചലനമുണ്ട്, എന്നാൽ ശരീരത്തിൻ്റെ ഒരു അവയവങ്ങളും പ്രവർത്തനക്ഷമമല്ല. നടക്കുക, ഓടുക, പ്രവർത്തിക്കുക, കാണുക, കേൾക്കുക, സംസാരിക്കുക തുടങ്ങിയ പ്രവർത്തികളൊന്നും ശരീരത്തിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തന് സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, വെളിപ്പാടുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്. സകലവും ആത്മിക വർധനയ്ക്ക് ഉതകട്ടെ. 1 കൊരിന്ത്യ ലേഖനം 14-ാം അധ്യായം 26-ാമത്തെ വാക്യം. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ട്, ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്, വീര്യപ്രവൃത്തികളിൽ വ്യത്യാസമുണ്ട്. എങ്കിലും കർത്താവ് ഒരുവൻ, എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്നവൻ, ദൈവം ഒരുവൻ തന്നെ. ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം 32-ാം വാക്യത്തിൽ വ്യക്തമായി പറയുന്നത് ശ്രദ്ധിച്ചാലും, നിന്റെ ഈ സഹോദരൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു. എഫേസ്യർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാം വാക്യത്തിൽ, മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. സകല സൽഗുണവും നീതിയും സത്യവുമാണ് വെളിച്ചത്തിൻ്റെ ഫലം. ഇരുട്ടിൻ്റെ നിഷ്ഫല പ്രവർത്തികളിൽ കൂട്ടാളികളാകരുത്. അങ്ങനെയുള്ളവർ മരിച്ചവരുടെ ഇടയിൽ ആണ്. സഭ ജീവനുള്ളവരുടെ അഥവാ മരണത്തിൽ നിന്നും ജീവൻ പ്രാപിച്ചവരുടെ സംഘമാണ്. വ്യക്തിപരമായും അതല്ല ഒരുമിച്ചുള്ള കൂട്ടമായാലും അതിൽ ജീവനില്ലെങ്കിൽ, ജീവൻ്റെ പ്രവൃത്തികളില്ലെങ്കിൽ വൃക്ഷത്തെ ഫലം കൊണ്ടാണല്ലോ തിരിച്ചറിയുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ സഭയിൽ നടക്കേണ്ടത് എങ്ങനെയെന്ന് പറഞ്ഞിട്ട് പൗലോസ് ദൈവഭക്തിയുടെ വലിയ മർമ്മം അഥവാ രഹസ്യം വ്യക്തമാക്കുന്നത് ശ്രദ്ധിച്ചാലും, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു. യേശുവിൽ വെളിപ്പെട്ട ഈ കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ സഭയാം ശരീരത്തിലും വെളിപ്പെടേണ്ടതല്ലേ?